നമസ്കാരം, രുചികയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു സ്നാക്സ് എന്ന് പറയാം, അങ്ങനെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ബീച്ച് സൈഡിലൊക്കെ കാണുന്നതാണ്, നമ്മൾ കടല വറുത്തൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ പൊരി കൊണ്ടുള്ളൊരു സംഭവമാണ്. പൊരി മസാല എന്നൊക്കെ പറയും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വൈകുന്നേരം ചായയുടെ കൂടെയും ഫ്രണ്ട്സ് എല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചുമ്മാ ഒരു ചാറ്റ് പോലെ അങ്ങനെ കഴിക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് പൊരി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു 1.5 കപ്പോളം പൊരിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് മുട്ടയാണ്. ഞാൻ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതലായിട്ട് മുട്ട വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ കൂടുതൽ ചേർക്കാം. അപ്പോൾ അത് നമ്മളൊരിത് ഞാൻ എന്തായാലും 2 എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു വലിയ സവാള വേണം, അതുപോലെ തന്നെ തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, മല്ലിയില, ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ കുറച്ച് പൊടികൾ ചേർക്കുന്നുണ്ട്, ഉപ്പിൻ്റെ കൂടെ ഉപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇത് ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ നമുക്ക് ചാറ്റ് മസാല വേണം. ഞാനൊരു 1 ടീസ്പൂൺ മുതൽ ഒരു 1.5 ടീസ്പൂൺ വരെ നമുക്ക് എടുക്കാം. പിന്നെ കുറച്ച് ഓയിലും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനു വേണ്ടി ആവശ്യമുള്ളത്. നമ്മൾ ആദ്യം സവാളയും അതുപോലെ തന്നെ തക്കാളിയും ഒന്ന് കട്ട് ചെയ്യാൻ പോവാണ്. ഒരു പച്ചമുളക് ഉണ്ടല്ലോ, അതും ചെറുതായിട്ട് എരു നോക്കിയിട്ട് ഇടണം കേട്ടോ. അതുപോലെ മല്ലിയില നമ്മൾ ചെറുതായിട്ട് അരിയുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആദ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ എന്തായാലും ഏത് ഓയിലാണെന്ന് വെച്ചാൽ ഉപയോഗിച്ചാൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് പൊരിയിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വറുത്തെടുക്കാൻ പോവാണ്. ഇതാ പൊരി ആയി വന്നിട്ടുണ്ട്. ഒരിത്തിരി ക്രിസ്പി ആവും, നമുക്കിങ്ങനെ പൊട്ടിച്ച് എടുക്കാൻ പറ്റും നോക്കിയിട്ടുണ്ടെങ്കിൽ. ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പം മുട്ട പൊട്ടിച്ച് ഒഴിക്കാൻ പോവാണ്. നമ്മൾ 2 മുട്ടയാണ് എടുത്തത്. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ഇത്തിരി പൊരി കുറയും കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിടാൻ പോവാണ്. ലാസ്റ്റ് ഇട്ടാലും മതി, ഇതിപ്പോൾ മുട്ടയിൽ ഒന്ന് പിടിക്കാൻ കൂടി ചെയ്യല്ലോ, അതുകൊണ്ടാണ് ഇട്ടത്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്, പിന്നെ നോക്കിയിട്ടിടാം. ഇപ്പം ഇതാ പൊരി അതുപോലെ തന്നെ മുട്ട എല്ലാം നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, അതുപോലെ തന്നെ തക്കാളി, മല്ലിയില, പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ടല്ലോ. ഇനി നമ്മളിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ ചാറ്റ് മസാല നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ തക്കാളി അതുപോലെ തന്നെ സവാളയെല്ലാം ഇട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് പൊരിയും അതുപോലെ തന്നെ മുട്ടയും ഇങ്ങനെ ചെയ്തെടുത്തിട്ട് സെപ്പറേറ്റ് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഈ പച്ചമുളകും മല്ലിയില അങ്ങനെയും ചെയ്യാം. സവാളയും അപ്പോൾ പച്ചയായിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. എല്ലാ അളവും പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മളെടുത്ത മുട്ട 2 മുട്ടയും അതുപോലെ തന്നെ പൊരി എടുത്തത് 1.5 കപ്പായിരുന്നു. സവാള ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചാറ്റ് മസാല വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ പച്ചമുളകും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുമ്പോൾ അതും കൂടെ ഒന്ന് നോക്കുക. ചില പച്ചമുളകിന് എരിവ് കൂടുതലായിരിക്കുമല്ലോ. ഇനിയിപ്പം ആ ഒരു പച്ചമുളക് കടിക്കുന്ന ആ ഒരു ശല്യം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് മുളക് പൊടി വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. അപ്പോൾ എന്തായാലും ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക്
സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പൊരി മുട്ട മസാല റെഡി ആയിട്ടുണ്ട്. എന്ത് ഈസി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. പിന്നെ ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി കാണാം. അതുവരെ ബൈ.